അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മളത് തുടങ്ങി വെച്ച് നമ്മളിങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പം അതിൽ നമ്മൾ ഓരോ അധ്യായങ്ങൾ വായിക്കുകയും അതിൻ്റെ പടികളുടെ പ്രാധാന്യമൊക്കെ കുറച്ച് ബോധ്യപ്പെട്ട് വിശദീകരിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പൊ കഴിഞ്ഞ അധ്യായം 5-ാമത്തെ അധ്യായം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ആദ്യം പറയാം 3ഉം 4ഉം പടികളെ കുറിച്ചാണ് ആ അധ്യായം പൂർണ്ണമായിട്ട് നമ്മളോട് വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം 3ാമത്തെ പടി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇച്ഛകളും ജീവിതവും നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ദൈവത്തെ നമ്മൾ കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ നേരത്തെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇനി ഒട്ടും സംശയലേശമന്യേ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി നമ്മളുടെ ഇച്ഛയും ജീവിതവും നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. പിന്നീടാണ് നമ്മുടെ 4ാമത്തെ പടി അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും നമ്മളുടെ ധാർമ്മിക നിലവാരത്തിന്റെ വിലയിരുത്തൽ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടൊരു ആത്മീയപരമായ മാർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നോണം നമ്മളുടെ ആലയം വൃത്തിയാക്കുക, മനസ്സ് ശുദ്ധീകരിക്കുക, വീട് വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മളൊരു കണ്ടെത്തലുകൾ, നമ്മളുടെ തെറ്റുകളെ കുറിച്ചും നമ്മളുടെ കുറവുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടി നമ്മളോട് പറയുന്നു. അതിൽ പ്രധാനമായിട്ട് പല ഭാഗങ്ങളും നമ്മൾ വായിച്ചു. അതിൽ ഏറ്റവും പ്രധാനം ആ 4 കള്ളികളായിട്ട് വരച്ചിട്ട് മിസ്റ്റർ ബ്രൗണ്, മിസ്റ്റർ ജോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കള്ളികളൊക്കെ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനം ആ വരത്തേറ്റത്തിട്ടിരുന്ന എല്ലാത്തിൻ്റെയും ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന ഭയം എന്ന വാക്കായിരുന്നു എന്നാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഭയം മുതൽ മറ്റെല്ലാ ഭയങ്ങളും, നമ്മളുടെ അഭിമാനം, നമ്മുടെ അവകാശതാബോധം, ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ഒരു റൂട്ട് മാപ്പാണ് നമുക്ക് തന്നിരുന്നത്. അപ്പൊ അതില് ഭയം, അതുകൂടാതെ നമുക്ക് മറ്റ് 3-4 കാര്യങ്ങൾ നമ്മൾ അതിനോട് പറഞ്ഞു അല്ലേ. ഭയം, അതുകൂടാതെ സെക്സ്, ഹാം ഡൺ, നമ്മൾ മറ്റാളുകളോട് നമ്മൾ ചെയ്യുന്ന ഉപദ്രവങ്ങൾ, അത് അങ്ങനെയൊക്കെയുള്ള വിദ്വേഷം, നമ്മളുടെ റിസെന്റ്മെന്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ അതിനെ ലീസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്യാരക്ടർ ഡിഫക്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്താം, ഒരു സ്പോൺസറുടെ അനിവാര്യത എന്താണ്, നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളതിന് ചില നിർദ്ദേശങ്ങൾ തരികയും ബാക്കിയുള്ളത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമ്മളത് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഓരോരു ലിസ്റ്റിൽ നമ്മൾ വിദ്വേഷം, വെറുപ്പ്, ഭയം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആ ഒരു 5-ാമത്തെ അധ്യായത്തിന് പല രീതിയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 5 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 6ാമത്തെ അധ്യായം ആരംഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ മുമ്പിലുള്ള ഒരു പ്രധാന കാര്യം. ഈ 6ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ ഈ ഒരു അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ പടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് 6ാം പടി മുതൽ 11ാമത്തെ പടി വരെയുള്ള പടികളുടെ ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ 6ാമത്തെ അധ്യായം ഇൻ ടു ആക്ഷൻ, പൂർണ്ണമായിട്ടും പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളോട് ഇന്ന് 6ാമത്തെ അധ്യായത്തിലൂടെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിയാവുന്നത്ര ആ അധ്യായം വായിച്ച് നമുക്ക് അതിന്റെ ആശയങ്ങളെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ അതിനാദ്യമായിട്ട് അധ്യായം 6 പ്രവൃത്തി പദത്തിലേക്ക് നിർത്താൻ ആദ്യത്തെ 71ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് വരെ വായിക്കാം. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും പ്ലീസ്. 71 മറ്റുള്ള പലരെക്കാൾ എന്നുള്ള വിട്ടിട്ടല്ലേ? 70 അവിടെ വരെ
നമ്മൾ അതുവരെ ആദ്യം വായിക്കട്ടെ. പ്രവൃത്തി പദത്തിലേക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. ഓക്കെ. അധ്യായം 6 പ്രവൃത്തി പദത്തിലേക്ക്. ഒരു സ്വയം കണ്ടെത്തൽ നടത്തിയതിനു ശേഷം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നീട് എന്താണ് ചെയ്യാനുള്ളത്? ഒരു പുതിയ മനോഭാവവും ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ മാർഗത്തിലെ തടസ്സങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം കണ്ടെത്തലിൽ ദുർബലമാണെന്ന് തോന്നിയ വശങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഇവയൊക്കെയാണ് ഒന്ന് പാകപ്പെടുത്തി പദം വരുത്തുവാനുള്ളത്. ഇതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനം ആവശ്യമുണ്ട്. കാരണം ഇത് പൂർത്തിയാക്കുക എന്നതിന്റെ അർത്ഥം ദൈവത്തോടും ഞങ്ങളോട് തന്നെയും മറ്റൊരു വ്യക്തിയോടും യഥാർത്ഥ തരത്തിലുള്ള ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്നതാണ്. മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ച രോഗവിമുക്തിക്ക് സഹായിക്കുന്ന 5ാമത്തെ പടിയിലേക്ക് ഇത് ഞങ്ങളെ എത്തിക്കുന്നു. ഇതൊരു പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ഞങ്ങളുടെ കുറവുകൾ മറ്റൊരാളുമായി ചർച്ച ചെയ്യുക എന്നുള്ളത്. ഞങ്ങളോട് തന്നെ ഈ വക കാര്യങ്ങൾ തുറന്നു സമ്മതിക്കൽ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ യഥാർത്ഥമായ പ്രയോഗതലത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു സ്വയം വിലയിരുത്തൽ അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങളിൽ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. അങ്ങനെ ചെയ്യുന്നതിന് നല്ല കാരണങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ മറ്റൊരാളുമായി ഞങ്ങളെക്കുറിച്ച് തന്നെ ചർച്ച നടത്തുന്നത് കൂടുതൽ അനുരഞ്ജന സ്വഭാവമുള്ളവരാക്കി. പ്രധാന കാരണം താഴെ പറയുന്നതാണ്. ഈ പ്രധാന പടി വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. കാലാകാലങ്ങളിലായി പുതുതായി വരുന്ന അംഗങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വിനയാനിതരാകുന്ന ഈ അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കിയിട്ടുണ്ട്. അനിവാര്യമായി അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പുലർത്തിയിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ വീണുപോയി എന്ന് അവർ അത്ഭുതപ്പെട്ടു. അവർ അവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ, മനസ്സ് ശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. അവർ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി. പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചു നിന്നു. തങ്ങളുടെ താനെന്ന ഭാവവും ഭയവും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അവർ കരുതി. അവർ സ്വയം വിനീതരായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. പക്ഷെ മറ്റൊരാളോട് തങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നത് വരെ ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ സത്യസന്ധതയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മൾ 6ാമത്തെ അധ്യായം നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാണ്. ഒരുപാട് പടികളെ കുറിച്ച് ഇപ്പൊ 5ാമത്തെ പടി മുതൽ 11ാമത്തെ പടി എന്ന് പറയുന്ന വരെ ഒരു ദീർഘമായ ഒരു വിശദീകരണങ്ങൾ ഉള്ള ഒരു അധ്യായമാണ്. കഴിയാവുന്നത്ര നമ്മളിത് വായിക്കുക. ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ 12 വായിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ നമ്മളെ സ്പോൺസറുമായിട്ട് നമുക്ക് സംശയമുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനേക്കാൾ നല്ലതാണ്. ഇപ്പൊ നമുക്ക് സാമാന്യം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. പ്രവൃത്തി പദത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വയം കണ്ടെത്തല് നമ്മൾ നടത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ 5ാമത്തെ അധ്യായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഈ സ്വയം കണ്ടെത്തലാണ് 4ാമത്തെ പടി, അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയുമുള്ള ഒരു ധാർമ്മിക നിലവാരത്തിൽ. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാല് ഒരു പുതിയ മനോഭാവം, അത് ദൈവവുമായിട്ടുള്ള പുതിയൊരു ബന്ധമൊക്കെ നമ്മൾ സ്ഥാപിക്കാനുള്ള നമ്മളുടെ മാർഗത്തിലെ തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് ഇപ്പം ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വീടിന്റെ പണിയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. പക്ഷെ വീട്ടിലേക്ക് വരാനുള്ള വഴിയുടെ കാര്യങ്ങൾ ഒന്നുകൂടി ഭംഗിയാക്കേണ്ടതുണ്ട്. നമ്മൾ പറയില്ലേ, കുറച്ച് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഒരു മതിലൊക്കെ നല്ല ഒരു സെറ്റപ്പ് ആക്കി വെക്കുന്ന പോലെ നമ്മൾ ഇനിയും കുറച്ചും കൂടി ആ ഒരു ബന്ധം നമുക്ക് ദൃഢമാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് കുഴപ്പങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ തിട്ടപ്പെടുത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ കണ്ടു. സ്വയം കണ്ടെത്തലുകൾ നമ്മൾ നടത്താൻ നോക്കിയപ്പോൾ അതിൽ നമുക്ക് ദുർബലമായ വശങ്ങളിലേക്കൊക്കെ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവയൊക്കെയാണൊന്ന് പാകപ്പെടുത്തി എടുക്കാനുള്ളത് അല്ലെ. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ കണ്ടു, അതീവ ഗുരുതരമായ കാര്യങ്ങൾ കണ്ടു, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. എന്നാൽ ഇതൊക്കെ നമ്മളൊന്ന് പാകപ്പെടുത്തി എടുക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഭംഗിയായിട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത്
നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രവർത്തനമൊക്കെ നമുക്ക് നന്നായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ നമ്മളത് ഭംഗിയായിട്ട് പ്രാവർത്തികമാക്കാനുള്ള വലിയൊരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് വേണം. എല്ലാ പ്രവൃത്തി എന്ന് പറയുമ്പം അത് ശാരീരിക അധ്വാനം ഉള്ള പ്രവൃത്തി ആവണം എന്ന് മാത്രമില്ല. അല്ലാത്ത തരം ഒരുപാട് പ്രവൃത്തികൾ നമ്മളുടെ കയ്യിൽ വേറെയുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ശരിക്കും നമ്മളുടെ ഭാഗത്ത് നല്ല പ്രവർത്തനം ആവശ്യമുണ്ട്. കാരണം ഇതെന്താണെന്ന് വെച്ചാല് ദൈവത്തോടും നമ്മളോട് തന്നെയും മറ്റൊരു വ്യക്തിയോടും നമ്മൾ യഥാർത്ഥ തരത്തിലുള്ള നമ്മളുടെ കുറവുകൾ ഏറ്റു പറയേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതായത് നമ്മുടെ 5-ാമത്തെ പടി സ്വന്തമായും ദൈവത്തോടും വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി ഏറ്റുപറഞ്ഞു എന്നുള്ള. അപ്പം ഇതൊക്കെ മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ച പോലെ രോഗവിമുക്തിക്ക് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5-ാമത്തെ പടിയെ കുറിച്ചാണ് അവിടെ ഈ ഒരു ബിഗ് ബുക്കില് 6-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഇതൊരു പക്ഷേ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് പറയുക. പ്രത്യേകിച്ച് നമ്മളുടെ കുറവുകൾ മറ്റാളുകളുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളോട് തന്നെ ഇതൊക്കെ എളുപ്പമായിട്ട് പറയാൻ പറ്റും. ഒരുപക്ഷെ ദൈവത്തോടും നമുക്കിത് സമ്മതിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മള് ഈ വക കാര്യങ്ങൾ നമ്മൾ മറ്റാളുകളോട് തുറന്ന് സമ്മതിക്കാൻ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാര്യത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, എത്ര കൊല്ലം കഴിഞ്ഞ ആളുകളാണെങ്കിലും. എന്നാൽ യഥാർത്ഥമായ പ്രായോഗിക തലത്തിൽ മറ്റേ എന്താ പറയാ, ഒറ്റയ്ക്കുള്ള ഒരു സ്വയം വിലയിരുത്തൽ അപര്യാപ്തമാണ്. നമുക്കൊരു സ്പോൺസർ ഇല്ലാതെ നമ്മൾ തപാൽ മാർഗം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്ന അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങളിൽ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് ആവശ്യമായി കണ്ടു. നമ്മൾ ഓരോ സംഗതികൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് ഇതുവരെ പോയ റൂട്ട് ശരിയല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ചില സന്ദർഭത്തിൽ നമുക്ക് ചില പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്. അപ്പം ഞങ്ങൾ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ മറ്റ് ആളുകളുമായിട്ട് ഞങ്ങളോട് എന്താ പറയാ, ഞങ്ങളെ കുറിച്ചുള്ള ഈ ചർച്ച നടത്തുന്നത് കൂടുതൽ അനുരഞ്ജന സ്വഭാവമുള്ളവരാക്കി. പ്രധാന കാരണം താഴെ പറയുന്നതാണ്. ഈ പ്രധാന പടി വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിയിൽ നിന്ന് മോചിതരാകുകയില്ല എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് എന്താ പറയാ, പുതുതായി വരുന്ന അംഗങ്ങൾ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ പടി നമ്മൾ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറ്റബോധം, നമ്മളുടെ മാനസിക സംഘർഷം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഉത്കണ്ഠകളും ഇതെല്ലാം നമ്മളെ വീണ്ടും കുടിയിലേക്ക് കൊണ്ട് ചാടിക്കും എന്നുള്ളത് വലിയൊരു മുന്നറിയിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് നമ്മൾ എല്ലാ സമയത്തും പറയേണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും കുടിച്ചു പോയി നോക്കിയാൽ നമ്മൾ അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ അയാൾക്ക് കുടിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ആ മദ്യാസക്തനാണ്, അതുകൊണ്ടാണ് അയാൾ വീണ്ടും മദ്യപാനിക്ക് കുടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും തടുത്തു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിനയാന്വിതരാകുന്ന ഈ ഒരു എന്താ പറയുക അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ അവര് ശ്രമിക്കും. അതിനെന്താ വെച്ചാൽ അനിവാര്യമായ അവരെല്ലാം പിന്നെ കുടിയിൽ ചെന്ന് ചാടി. നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു പടിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ സ്പോൺസറുമായിട്ട് സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് 4-ാമത്തെ പടിയൊക്കെ എത്തുമ്പോഴേക്കും ആളുകൾ ഇത് സ്വാഭാവികമായിട്ടൊരു മടുപ്പും അകൽച്ചയൊക്കെ വരും. അപ്പൊ അത് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെയ്ത ആളുകളൊക്കെ എന്തായി, വീണ്ടും കുടിയിൽ ചെന്ന് ചാടി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ വീണുപോയി എന്ന് അവർ അത്ഭുതപ്പെട്ടു. അവർ അവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ, മനഃശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഈ
എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് പോയിട്ട് കുടിച്ചുപോയി എന്ന് പറയുന്ന സങ്കടം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അതൊരു ശാസ്ത്രീയമായ രീതിയിലല്ല ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് അവർ കുടിച്ചു പോയെന്ന് വെച്ചാൽ അവര് വേണ്ട രീതിയിൽ അവരുടെ ഈ വീട് വൃത്തിയാക്കലൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പരിധി വരെ പറഞ്ഞാൽ അത് മാത്രമാണ് ശരിയും. കാരണം നമ്മളുടെ ഉള്ളു വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമാധാനവും സന്തോഷവും പുതിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും. അപ്പം അവർ അവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കണ്ടു. അവർ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി, പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചിരുന്നു. 4-ാം പടിയില് നമ്മൾ ഇതൊക്കെ കണ്ടു. നമ്മൾ സ്വയം വിലയിരുത്തലൊക്കെ നടത്തി, നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എഴുതി, പകർത്തി എഴുതി, നമ്മളെ സ്പോൺസറുമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ പോലും 5-ാമത്തെ പടിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തായി, നമ്മളുടെ ഈ അവരുടെ തന്നെ ഈ പറഞ്ഞ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചിരുന്നു. എന്തോ ഇത്രയൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ദൈവത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ തെറ്റൊന്നും ആവർത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ആ ഒരു എന്താ പറയാ, തങ്ങളുടെ താനെന്ന ഭാവവും ഭയവും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അവർ കരുതി. അവർ സ്വയം വിനീതമായി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ കരുതിയത്. പക്ഷേ മറ്റൊരാളോട് ഞങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നത് വരെ ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ സത്യസന്ധതയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു പുസ്തകം വായനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്ഭുതം നടക്കുകയുള്ളൂ. എന്ത് വില കൊടുത്തും നമ്മൾ ഈ 4ഉം 5ഉം പടിയുടെ പ്രാധാന്യം നമ്മൾ വീണ്ടും കുടിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളെയോ നമ്മൾ പോയി കുടിച്ചേക്കുന്നു എന്നല്ല നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്ക് തീർത്തും അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാതിരിയൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മളിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ്, നമ്മളുടെ ആ ഒരു മാനസിക നില തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു വീട് വൃത്തിയാകുന്നത് പോലെ നമ്മളുടെ മനസ്സ് ഒന്ന് വൃത്തിയാവുകയും നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതാണ് അത്രയും ഭാഗത്ത് നമ്മൾ 5-ാം പടിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ അടുത്ത ഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ പ്ലീസ്. ഹലോ, കേൾക്കുന്നില്ലേ? വായിക്കുന്നില്ലേ? ഓക്കെ, ഞാൻ വായിച്ചോളാം. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വായിച്ചോളൂ. മറ്റുള്ള പലരേക്കാൾ കൂടുതലായി ഒരു അമിത മദ്യാസക്തൻ ഇരുട്ട ജീവിതം നയിക്കുന്നു. പുറം ലോകത്തിന് അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. കുറെയൊക്കെ മാന്യത അനുഭവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കറിയാം. ഈ പരസ്പര വൈരുദ്ധ്യം കൂടുതൽ കുടിച്ച് കൂത്താടുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ വഷളാകുന്നു. ബോധം തെളിയുമ്പോൾ അവ്യക്തമായി ഓർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നു. ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. തന്നെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടാവാം എന്ന ചിന്ത തന്നെ അയാളെ ഭയചകിതനാക്കുന്നു. കഴിയുന്നിടത്തോളം ഈ ഓർമ്മകളെ അയാൾ സ്വന്തം അന്തരംഗങ്ങളിലേക്ക് തള്ളി അമർത്തുന്നു. ഒരിക്കലും ഇനി അവ പകൽ വെളിച്ചം കാണുകയില്ല എന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. സ്ഥിരമായ ഭയത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും പിടിയിൽ അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാളെ എത്തിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാർ തങ്ങളോട് യോജിക്കുവാൻ തയ്യാറുള്ളവരാണ്. പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഡോളർ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ഒരു നല്ല തുടക്കം കുറിക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ളതിന് ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ വിരളമാണ്. അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയോ അവരോടുള്ള സത്യങ്ങൾ തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിരുന്നില്ല. ഞങ്ങളോട് അനുകമ്പ ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലായിരുന്ന ഞങ്ങൾ അവരോടും സത്യസന്ധത പുലർത്താനായിരുന്നില്ല.
അമിത മദ്യാസക്തന് അമിത മദ്യാസക്തരെ കുറിച്ച് അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തും പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. മതി ഈ ലോക മതി ഉണ്ണി. ഓക്കെ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അഞ്ചാമത്തെ പടിയെ കുറിച്ച് വീണ്ടും തുടരുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പ്രോഗ്രാമാണ്. നമ്മളിപ്പോ ഈ വായിക്കുമ്പം ഈ ബിഗ് ബുക്ക് വായന എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രാധാന്യവും കൂടി നമ്മൾ ഇതിലൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ കുടി നിർത്തി മീറ്റിങ്ങിന് പോയി നമ്മൾ ദിവസങ്ങൾ എണ്ണി വർഷങ്ങൾ എണ്ണി ടോക്കണൊക്കെ വാങ്ങിയെങ്കിൽ പോലും നമുക്ക് എന്തോ നമുക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ പറയുന്ന ചില സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അവിടെ നിശ്ചയമായി നമുക്കൊരു ഉത്തരം പറയാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ പ്രവൃത്തി പദത്തിലേക്കാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെച്ചാൽ റിക്കവറി, സുബറേറ്റിയും റിക്കവറിയും തമ്മിലുള്ള അന്തരം, അതായത് റിക്കവറി എന്ന് പറയുമ്പോൾ ഒരു വീണ്ടെടുക്കലാണ്. നമ്മളുടെ ശരിയായ സുബോധത്തിന്റെ ആ ഒരു അവസ്ഥയെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ വായനയിലൂടെ മനസ്സിലാവും. അതായത് അഞ്ചാമത്തെ പടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതാണ്. നമ്മളോട് തന്നെ ഈ ധാരണകളൊക്കെ നമ്മൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാവാം, ദൈവത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മൂന്നാമതൊരാളോട് നമ്മളത് ഏറ്റുപറയുക എന്ന് പറയുമ്പം അത് ഈ ഒരു പ്രോഗ്രാം തരുന്ന വലിയൊരു നേട്ടം, അതായത് സന്തോഷവും സ്വാതന്ത്ര്യമാണ് നമുക്ക് തരാൻ ഈ ഒരു രീതിയിൽ നമ്മളോട് പറയുന്നത് ചെയ്താൽ. അപ്പൊ അതുവരെ നമ്മൾ മതിയായ വിനയമോ നിർഭയത്വമോ എന്ന നമ്മുടെ സത്യസന്ധത ഒന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ മറ്റുള്ള പലരേക്കാൾ കൂടുതലായിട്ടൊരു അമിത മദ്യപാന ആസക്തൻ ഇരട്ട ജീവിതം നയിക്കുന്നു, അല്ലേ? ഇരട്ട ജീവിതം ഒന്നും ആയിരിക്കില്ല നമ്മൾ നയിക്കുക, ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ നയിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, പുറം ലോകത്തിന് അയാൾ തന്റെ നാടകീയ സ്വഭാവമൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് യാതൊരു സംശയവും വേണ്ട. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അതിൽ നിന്ന് വിഭിന്നമായി മറ്റ് നാടകീയ സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കും, അല്ലേ? ആളുകളോട് ഭയങ്കരമായിട്ട് ക്ഷമ, കാല് വെറുതെയെങ്കിലും ബസ്സിൽ കയറിയിട്ട് കാലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, വേണേ അയാളെ കാലിലൊക്കെ വീണ് ദീർഘണ്ട നമസ്കാരമൊക്കെ ചെയ്യും. അപ്പൊ അതുപോലെ നമ്മൾ പല എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒരു നാടകീയ സ്വഭാവങ്ങളും ഇരട്ട ജീവിതത്തിന്റെ ഭാഗവുമാണ് എന്ന് നമ്മൾ ഊഹിക്കണം. അപ്പൊ അയാളുടെ സഹജീവികളെ കാണുമ്പോൾ എന്താ പറയാ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. കാരണം മറ്റുള്ള ആളുകളിലൊക്കെ ഞാൻ ഭയങ്കര വിനയത്തിലിട്ട ആളാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഇന്നിപ്പോ ഒരാള് ഷെയർ ചെയ്തു ഗ്രൂപ്പില്. അപ്പൊ ഒരു മെമ്പർ പറയാണ്, ഭാര്യക്ക് എന്താ പറയാ റോഡിലൂടെ നടക്കുമ്പം അവള് പറയാണ്, നിങ്ങൾ എന്തുകൊണ്ടാ മനുഷ്യ എന്റെ കൈ ഒന്ന് പിടിച്ചൂടെ നിങ്ങൾക്ക്, അല്ലെ എന്റെ തോളിലൊന്ന് കൈയിടാൻ ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് ആ ബീച്ചിലൂടെ നടന്നപ്പോ നിങ്ങൾക്ക് എന്റെ മേലൊന്ന് കൈയിട്ടു വെച്ചൂടെ എന്നൊക്കെ അവള് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഇയാള് പറയാണ്, എന്തൊരു കഷ്ടാണ്, ഞാൻ ചിന്തിക്കണ പോലും ഇല്ല, ഞാൻ വേറെ ഏതൊരു ലോകത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം എത്രമാത്രം അവര് അതൊക്കെ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് പോലും ചിന്തിക്കാൻ പോലും ഒരു മദ്യാസക്തിന് പറ്റാത്ത ഒരു നിർഭാഗ്യകരമായ ഒരു സുബോധാവസ്ഥ. അതായത് വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെയൊക്കെ ഇരട്ട ജീവിതമാണോ അതോ ഇരട്ട മുരട്ട് ജീവിതമാണോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സഹജീവികളെ കാണുമ്പോൾ ഇയാള് എന്താ കാണിക്കുന്ന ചില നാടകീയ സ്വഭാവങ്ങൾ, അപ്പൊ കുറെയൊക്കെ മാന്യത അനുഭവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ കക്ഷിക്ക് ഇതൊക്കെ അറിയാം, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം വെച്ചാൽ താനത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് അറിയാം. ഇതൊക്കെ അയാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള എന്താ പറയാ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളൊന്നും അയാള് ജീവിതത്തിൽ അറിയിക്കുന്നില്ല എന്ന് അയാൾക്ക് ഏതോ മേഖലയിൽ അയാൾക്ക് അറിയാം. പക്ഷെ ഈ ഒരു പരസ്പര വൈരുദ്ധ്യം കൂടുതൽ കുടിച്ചു കൂത്താടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ അത് വഷളാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളും മാനസിക സംഘർഷങ്ങളും നമ്മളുടെ ഇരട്ട ജീവിതങ്ങളൊക്കെ വീണ്ടും നമ്മളൊരു കുടിയിലേക്ക് പോവുകയും അത് നമ്മളെ കൂടുതൽ എന്താക്കി തീർക്കുകയും ചെയ്യും, വഷളാക്കുകയും ചെയ്യും. അപ്പൊ ബോധം തെളിയുമ്പോൾ
അവ്യക്തമായി ഓർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നു. ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ നമ്മളൊരു കുടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉണർന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തു കൂട്ടിയ ആ ഒരു കാര്യങ്ങളുടെ കുറ്റബോധങ്ങളും ഇതെല്ലാം നമ്മളെ വല്ലാതെ അങ്ങോട്ട് വേട്ടയാടുന്നുള്ളതാണ്. അപ്പൊ ചില സംഭവങ്ങൾ അയാളെ ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. കാരണം എന്താ, തന്നെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടാകും എന്ന ചിന്ത തന്നെ അയാളെ ഭയചകിതനാക്കുന്നു. അതായത് നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ നടക്കാതെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ തന്നെ ഒരു ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ട് കൂട്ടിലടക്കപ്പെട്ട് നമ്മൾ സ്വയം ബന്ധിതനാക്കും. അപ്പൊ അതാണ് ഈ ഒരു 5-ാം പടി ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ. കാരണം നമ്മളെ ഉള്ളിൽ തന്നെ അത് ഈ ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതെന്താ പക്ഷെ കഴിയുന്നിടത്തോളം എന്താ പറയാ, ഈ ഒരു ഓർമ്മകളെ അയാൾ സ്വന്തം അന്തരംഗത്തിലേക്ക് തള്ളിയമർത്തുന്നു. അതാണ്. ഇനി എന്തൊക്കെയായാലും ഇത് മറ്റൊരാളോട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിസ്സാരമായ ഒരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് പലവട്ടം പറഞ്ഞ് നമ്മളുടെ സ്വകാര്യതയിലേക്ക് അത് നമ്മൾ ഒതുക്കി നമ്മളത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും എന്താ പറയാ, ഇനി അവ പകൽ വെളിച്ചം കാണുകയില്ല എന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അത് ഇനി നമ്മളുടെ മരണത്തോടൊപ്പം നമ്മളുടെ ശവക്കുഴിയിൽ അത് അമർന്നു പോകും എന്നുള്ള ഒരു ധാരണ നമ്മൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. സ്ഥിരമായി ഭയത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും പിടിയിൽ അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാളെ എത്തിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്തരം എന്തെങ്കിലും ഒളിപ്പിക്കലും തരികിട പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മളെ ആ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഓരോരോ കാര്യങ്ങളും ഇതൊന്നും നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ പുറത്തു പറയാതെ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേപ്പറിൽ പല കാര്യങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് നേരത്തെ പറഞ്ഞ മാതിരി എളുപ്പ വഴികളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ വീണ്ടും ലക്ഷ്യം തെറ്റി നമ്മൾ ആ വേണ്ടത്ര പ്രയോജനപ്രദമായ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അയാൾ വീണ്ടും കുടിയിലേക്ക് ചെന്ന് ചാടുന്നതാണ് ചുരുക്കി പറയുന്നത്. അപ്പൊ മനഃശാസ്ത്രജ്ഞന്മാര് ഞങ്ങളോട് യോജിക്കുവാൻ തയ്യാറുള്ളവരാണ് എന്നാ പറയുന്നത്. അതായത് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഡോളർ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് നല്ല തുടക്കം കുറിക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ളതിനുള്ള ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ വിരളമാണ്. അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയും അവയോടുള്ള സത്യങ്ങൾ തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിരുന്നില്ല. അതായത് നമ്മൾ മനഃശാസ്ത്രജ്ഞന്മാരുടെ ആ ഒരു രീതിയിലുള്ള ആളുകളോട് നമ്മൾ യോജിക്കാൻ, അവർക്ക് നമ്മളോട് യോജിക്കാൻ ഭയങ്കര തയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ നടപടികളുടെ ശരിയായ വശം. ഈ ഡോക്ടർമാർക്ക് ഇതുപോലെ നല്ല തുടക്കമൊക്കെ കുറിക്കാൻ നമുക്ക് അവസരം കൊടുത്തിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സത്യം തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിരുന്നില്ല. ഞങ്ങളോട് അനുകമ്പ ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലാതിരുന്ന ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. അപ്പം നമ്മൾ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും സത്യസന്ധതയാണ് നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികതയൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ശരിയിലേക്ക് പ്രവേശിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും. ഒരു മദ്യാസക്തനാണ് എന്ന് നമുക്ക് ഉറപ്പ് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള തെറ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് കണ്ടെത്താൻ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. അമിത മദ്യപാനാസക്തിനെ കുറിച്ചും അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിനൊട്ടും അത്ഭുതപ്പെടാനില്ല, അത്ഭുതത്തിന് അവകാശമില്ല. അതായത് നമ്മളോട് ഈ എന്താ പറയുക, ഈ അനുകമ്പ ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ നമുക്ക് ആഗ്രഹമില്ലാതിരുന്ന നമ്മൾ ആരോടും തന്നെ സത്യസന്ധത പുലർത്തുന്നില്ലായിരുന്നു. നമ്മളോട് ഇപ്പൊ അനുകമ്പ പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ സഹജീവികളോടൊക്കെ നമ്മൾ ഇത്തരം കളവുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മളത് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ പറയുന്നത്.
അമിത മദ്യപാന ആസക്തിയെക്കുറിച്ചും അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. അപ്പൊ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ കോളേജ് മെഡിക്കൽ ഹോസ്പിറ്റലിലോ ചെന്ന് കഴിഞ്ഞാൽ ഏത് നവാഗതനാണെങ്കിൽ പോലും കുറച്ച് ദിവസത്തെ സുബോധാവസ്ഥ ഉള്ളവനാണെങ്കിൽ പോലും അവൻ പറയും ഡോക്ടറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയും. പക്ഷേ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിലൊട്ടും സംശയമില്ല. നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിക്കവറി അല്ലെങ്കിൽ അതിന്റെ അത്ഭുതകരമായ ഒരു വ്യതിയാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നാണ് ആൽക്കഹോളിക് അനോണിമസിലെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അനുകമ്പ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ നമ്മൾ എന്താവും സത്യസന്ധത പുലർത്താതിരിക്കാനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇത്തരം നമ്മളുടെ 4-ാം പടിയിലൂടെയുള്ള ഒരു കണ്ടെത്തലുകളുടെ ലിസ്റ്റ് നമ്മളുടെ പക്കൽ ഉണ്ടാവുകയും 5-ാമത്തെ പടി തയ്യാറെടുപ്പോട് കൂടി നമ്മൾ സ്പോൺസറുമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകളായിട്ടോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവണം. അത്തരത്തിൽ നിർബന്ധിതരായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു കുടിയിൽ ചെന്ന് ചാടും എന്നുള്ളൊരു ആഹ്വാനം ഇതിലൂടെ നമ്മളോട് നടത്തുന്നുണ്ട്. ഇനി തുടർന്ന് ആരെങ്കിലും വായിക്കും? നമുക്ക് വായിക്കും പ്ലീസ്. ഈ ലോകത്ത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സത്യസന്ധരായിരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അഥവാ ശരിയായും ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സ്വകാര്യവുമായ പടി അനുഷ്ഠിക്കേണ്ട ആളെയോ ആളുകളെയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. കുമ്പസാരവും മറ്റും അനുശാസിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അപ്രകാരം കുമ്പസാര രഹസ്യം സ്വീകരിക്കുന്നതിന് ശരിയായ വണ്ണം ചുമതലപ്പെടുത്തപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മതപരമായ യാതൊരു ബന്ധങ്ങളുമില്ലെങ്കിലും സുസ്ഥാപിതമായ ഒരു മതം നിയോഗിച്ചുള്ള ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരിക്കും. അപ്രകാരമുള്ള ഒരാൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിവുള്ള ഒരാളാണ് എന്ന് മിക്കപ്പോഴും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അമിത മദ്യാസക്തരെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുമായും കണ്ടുമുട്ടാൻ തീർച്ചയായും ഞങ്ങൾക്ക് ഇടയാകാറുണ്ട്. ഞങ്ങൾക്കിതിന് പറ്റിയില്ലെങ്കിലോ അഥവാ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലോ ഞങ്ങൾ മിതഭാഷയും സൗഹൃദനുമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം തേടുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ മനഃശാസ്ത്രജ്ഞനോ ആയിരിക്കാം ആ മനുഷ്യൻ. അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളാകാം. പക്ഷെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അസന്തുഷ്ടരാക്കുന്ന രീതിയിലുള്ളതോ ആയ ഒരു കാര്യവും ഭാര്യയോടും മാതാപിതാക്കളോടും വെളിപ്പെടുത്തരുത്. മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊലി രക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങളുടെ കഥയിലെ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ അതൊട്ടും ബാധിക്കാത്തതുമായ ഒരാളോട് പറയുന്നു. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കുകയും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നതാണ് നിയമം. ഞങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലുമായി ചർച്ച ചെയ്യുക എന്നത് വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യമായ ഒരാളെ അതിനുവേണ്ടി ലഭിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ പെട്ടുപോകുക എന്നതും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതാണ് സ്ഥിതി എങ്കിൽ ഈ പടി നീട്ടിവെക്കാവുന്നതാണ്. ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായ സന്നദ്ധത ഉള്ളവരാണ് നാം എങ്കിൽ മാത്രം. ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരിയായ വ്യക്തിയോട് സംസാരിച്ചിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. വിശ്വസ്തത പാലിക്കുവാൻ കഴിയുന്നവരായിരിക്കണം അയാൾ എന്നതും നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിവെക്കാനും പൂർണ്ണമായും കഴിയുന്ന ആളായിരിക്കണം അയാൾ എന്നതും നമ്മുടെ പദ്ധതി അയാൾ മാറ്റിമറിക്കാൻ ശ്രമിക്കില്ല എന്നതും വളരെ പ്രധാനമാണ്. പക്ഷെ ഇത് ഈ ഒരു പടി നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു ഒഴിവ് കഴിവായി നമ്മൾ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ ബാസിലെ. അപ്പൊ നമ്മളെന്താ പറഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതിന്റെയൊക്കെ ചുരുക്കമാണ് ഇനിയും പറയാനുള്ളത്. കാരണം ഈ പടി നമ്മൾ വിട്ടുകളയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൃത്യമായിട്ട് തരുന്നുണ്ട് 5-ാം പടിയുടെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി നമ്മൾ ദീർഘകാലം ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പൂർണ്ണമായിട്ടും സത്യസന്ധരായിരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും
നമ്മളുടെ എന്താ പറയുക, ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സ്വകാര്യമായ പടി അനുഷ്ഠിക്കേണ്ട ആളുകളെയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. കാരണം നമ്മളിവിടെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, അഞ്ചാമത്തെ പടി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുള്ള വാചകങ്ങൾ ഇങ്ങനെയാണ്: സ്വന്തമായും ദൈവത്തോടും വേറൊരു വ്യക്തിയോടും. അപ്പൊ ഈ വേറൊരു വ്യക്തി എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ നമ്മൾ ഇവിടെ പറയുമ്പോൾ അത് ആരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറെ വിശ്വാസവും നമുക്കത് ഒട്ടും നമ്മളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥകൾ പിന്നീട് ഉണ്ടാവരുത്. അപ്പൊ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തുക. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എന്റെ സ്പോൺസർ ആവണമെന്നും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതൊന്നും നല്ല ശീലമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു നിരീക്ഷണം അക്കാര്യത്തിൽ നമ്മൾ പുലർത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് സത്യസന്ധരായിരിക്കണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, ഈ ഒരു പടി അനുഷ്ഠിക്കേണ്ട ആളുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ആലോചിക്കണം. ഈ കുംഭസാരവും മറ്റനുശാസിക്കുന്ന മതവിഭാഗങ്ങളിൽപ്പെട്ട എന്താ പറയാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അപ്രകാരം കുംഭസാര രഹസ്യം സ്വീകരിക്കുന്നതിന് ശരിയാവുന്ന ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരികളുടെ അടുത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കും. നമ്മളെ ഒരു പഴയ മെമ്പർ ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി, പാവം, ഒരു വർമാജി എന്ന് പറയും. പുള്ളി ഇതേമാതിരി അഞ്ചാമത്തെ പടി ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ പള്ളിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടുത്തെ ഈ ഏരിയയിൽ വന്നതിന് ശേഷം ഈ പടികളെ കുറിച്ചൊക്കെ കണ്ടപ്പം അയാൾക്ക് തെരഞ്ഞെടുത്തൊരു മാർഗം, പള്ളിയിൽ അച്ഛൻ ഒരു പ്രായമുള്ള ഒരാളാണ് എന്ന് അയാളുടെ അടുത്ത് പോയിട്ട് ഒരു കുമ്പസാര പ്രക്രിയയിലൂടെ എനിക്കിത് പറയാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് അദ്ദേഹം എന്തായി, വളരെ ദൂരത്തുള്ള ഒരു സങ്കേതം കണ്ടെത്തുകയും അവിടെ പള്ളിയിൽ പോയി പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അച്ഛൻ വളരെ പറയൂ പറയൂ എന്ന് പറയുന്ന ഒരു ആകാംക്ഷയോട് കൂടി വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് അയാളത് കേൾക്കാൻ ശ്രമിച്ചപ്പോ ഈ മദ്യാസക്തന് ഒരു പന്തികേട് തോന്നി. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം പിന്നീട് മീറ്റിങ്ങുകളിൽ വന്നപ്പോൾ ഷെയർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, കുമ്പസാരത്തിന് പോകുന്നതും എയുടെ പടികളുടെ പരിശീലനവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളുമായിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള സർക്കസുകളൊക്കെ നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പം നമ്മള് ആളെ എന്താ പറയാ, ഈ രീതിയിലൊക്കെ ഒരു മാതൃകാപരമായ രീതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ കുംഭസാര രഹസ്യമൊക്കെ സ്വീകരിക്കുന്നതിന് അങ്ങനെയുള്ള ആളുകളുടെ പോവാം. ഞങ്ങൾക്ക് മതപരമായി യാതൊരു ബന്ധങ്ങളെ ഇല്ലെങ്കിലും പ്രസ്താവിതമായ ഒരു മതം നിയോഗിച്ചിട്ടുള്ള ആരുടെയെങ്കിലും അടുത്ത് സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം. അപ്പൊ നമ്മൾ ആൽക്കഹോളിക് അനോണിമസിന് മതപരമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സങ്കുചിതമായ കാഴ്ചപ്പാടൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളെ പോയി സമീപിക്കുന്നതിന് ഇവിടെ ഒരിക്കലും നമുക്ക് ഇതിന് എതിർപ്പ് പറയുന്നുമില്ല. അപ്പം നല്ല കാര്യമായിരിക്കും. പിന്നെ അപ്രകാരമുള്ള ഒരാൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിവുള്ളവരാണ് എന്ന് മിക്കപ്പോഴും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അമിത മദ്യപാനാസക്തരെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളെയും കണ്ടുമുട്ടാൻ തീർച്ചയായും ഞങ്ങൾക്കിടയാകാറുണ്ട്. ഇതിപ്പം ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാല്, നമുക്ക് ഇപ്രകാരമുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ആളുകള് കണ്ടുമുട്ടാൻ തീർച്ചയായിട്ടും നമുക്ക് ഇടവരാറുണ്ട്. ഇങ്ങനെ മതപരമായ തലപ്പത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ വിശ്വാസരായിട്ട് നമ്മൾ കണ്ടുമുട്ടാനൊക്കെ ഇടവരുന്ന അനുഭവങ്ങളും ആൽക്കഹോളിക് അനോണിമസിൽ കൃത്യമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതാണ് അതിനെക്കുറിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇതിന് പറ്റിയില്ലെങ്കിലോ അഥവാ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലോ ഞങ്ങൾ മിതഭാഷിയും സൗഹൃദനുമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം തേടുന്നു. ചിലപ്പം ഇതൊക്കെ ഒരു ബാലികേറാമലയായിട്ടോ അതീവ ഗുരുതരമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം, നമ്മളെ സൗഹൃദം നമ്മൾ തേടാം. എന്നുവെച്ചാല് വേറെ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളുടെ ഇതായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട്
നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ വൈദ്യശാസ്ത്രജ്ഞനോ ആയിരിക്കാം ആ മനുഷ്യൻ, അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളുമാകാം. പക്ഷെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അസന്തുഷ്ടി, ഈ അസന്തുഷ്ടി രാഹി എന്താ പറയാ, ആ അസന്തുഷ്ടരാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ അവരോട്, മാതാപിതാക്കളോടോ ഭാര്യമാരോടോ നമ്മൾ വെളിപ്പെടുത്തരുത്. അപ്പം അതൊക്കെ നമ്മൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് സ്പോൺസറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എവിടെയൊക്കെ പ്രവർത്തിക്കണം, എവിടെയൊക്കെ നിവർത്തിക്കണം, അപ്രിയമായ സത്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കാതെ ഇരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാല് നമ്മൾ ഗുണത്തേക്കാൾ ഏറെ അപകടത്തിലേക്ക് നമ്മൾ പോവുകയും പിന്നീട് നമുക്ക് ഒരിക്കലും സോബർ ആവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയും ചെയ്യും. അപ്പം മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ തൊലി സംരക്ഷിക്കാൻ നമ്മൾ ഒരിക്കലും നമുക്ക് അവകാശമില്ല. അതായത് ആർക്കെങ്കിലും നമ്മൾ ചെറിയൊരു ദ്രോഹം ചെയ്തിട്ട് നമ്മുടെ ഇത്തരത്തില് നമ്മുടെ വീട്ടിലൊന്ന് കുറിച്ച് നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കുന്ന നടപടികൾ ശരിയല്ല. അപ്പൊ ഞാൻ ഈ നമ്മളുടെ കഥയിലെ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ അതൊട്ടും ബാധിക്കാത്തതുമായ ഒരാളോട് പറയും. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കുകയും മറ്റൊരാളോട് പരിഗണനയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നത് ആണ് നിയമം. അതായത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക അത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കണം, എന്നാൽ മറ്റുള്ളവരോട് നമ്മൾ പരിഗണനയുള്ളവർ കൂടി ആയിരിക്കണം. അതാണ് നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള നിയമം. അപ്പൊ അതിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഞങ്ങളെ കുറിച്ച് മറ്റാരെങ്കിലുമായി ചർച്ച ചെയ്യുക എന്നത് വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യനായ ഒരാളെ അതിനുവേണ്ടി ലഭിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ വിട്ടുപോവുക തീർത്തും സ്വാഭാവികമാണ്. അതാണ് സ്ഥിതിയെങ്കിൽ നമ്മൾ ഈ ഒരു പടി താൽക്കാലികമായിട്ട് നീട്ടിവെക്കാവുന്നതാണ്. എങ്ങനെ? അത് തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ആ പടി നീട്ടിവെക്കാവുന്നതാണ്. കാരണം ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായി സന്നദ്ധ ഉള്ളവരാണ് നാം എങ്കിൽ മാത്രം ഇത് എന്താണ് പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായി സന്നദ്ധ ഉള്ളവരാണെങ്കിൽ എങ്കിൽ മാത്രം ആണ് ഇത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരിയായ ഒരു വ്യക്തിയോട് സംസാരിക്കുക എന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പള്ളിയിലെ അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് കുമ്പസാരം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, ഡോക്ടർമാരുടെ അടുത്തോ നഴ്സുമാരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആൽക്കഹോളിക് അനോണിമസിലൂടെ യാത്ര ചെയ്യുകയും അതിലൊരു സ്പോൺസറെ കണ്ടെത്തി പടികളൊക്കെ സത്യസന്ധമായ രീതിയിൽ അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളും വിശ്വാസവും അല്ലെങ്കിൽ ഗുണഗണങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റേത് എന്ന് പറയുമ്പോൾ അതൊരു ഏർപ്പാട് എന്നുള്ള രീതിയിലാണ് ഇതിനെ സംഭവിക്കുക. ഒരുപക്ഷെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകം ആളുകളും തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാമിലൂടെ സഞ്ചരിച്ച ഒരാളോട് പറയുക എന്ന് പറയുന്നത് വളരെ വലിയ വിജയമായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക്